വിഷ്ണുദേവൻ വന്നു ദശരഥ നന്ദനൻ ശ്രീരാമനായി. ദശരഥ നന്ദനൻ ശ്രീരാമനായി. കൈകേയി പുത്രനായി ഭരതൻ പിറന്നപ്പോൾ കേകയ രാജ്യത്തും ഘോഷമായി. വിഷ്ണുവിൻ തേജസ്സായി സൗമിത്രി തനയരായി. വിഷ്ണുവിൻ തേജസ്സായി സൗമിത്രി തനയരായി. ലക്ഷ്മണ ശത്രുഘ്നന്മാർ പിറന്നു വീണു. ലക്ഷ്മണ ശത്രുഘ്നന്മാർ പിറന്നു വീണു. കാലങ്ങൾ മറിഞ്ഞപ്പോൾ ശ്രീരാമദേവനാലെ ശൈവജാപമൊന്നു തകർന്നു വീണു. ജനകന്റെ പുത്രിയാം മൈഥിലിയെ രാമൻ. ജനകന്റെ പുത്രിയാം മൈഥിലിയെ രാമൻ പരിണയം ചെയ്തു കരം പിടിച്ചു. പരിണയം ചെയ്തു കരം പിടിച്ചു. രാമനെ രാജാവായി വാഴിച്ചിടണമെന്ന് രാജൻ ദശരഥൻ ചൊല്ലിയപ്പോൾ മന്ധര തന്നുടെ വാക്കുകൾ കേട്ടപ്പോൾ കൈകേയി വന്നുടൻ മറുവാക്കുമായി. കൈകേയി തനയനെ വാഴിച്ചിടുക വേണം. കാട്ടിലേക്ക് അയക്കുക രാമനെയും. പണ്ടു കൈകേയിക്കു നൽകിയ വാക്കുകളെ മാറ്റുവാൻ ദശരഥൻ തുനിഞ്ഞതില്ല. താതന്റെ വാക്കിനെ പാലനം ചെയ്യുവാൻ ദണ്ഡകാരണ്യം കേറി ശ്രീരാമനും. പതിയുടെ കർമ്മത്തിൽ വിശ്വാസമർപ്പിച്ച് പതിയുടെ മാർഗം വരിച്ചു സീത. പതിയുടെ മാർഗം വരിച്ചു സീത. ജ്യേഷ്ഠന്റെ ധർമ്മത്തിൽ തുല്യത തീർക്കുവാൻ ജ്യേഷ്ഠനെ ലക്ഷ്മണൻ അനുഗമിച്ചു. യാത്രാപഥമൊന്നിൽ പഞ്ചവടിയെത്തി പർണശാല കെട്ടി വസിച്ചു പോന്നു. വികൃതിയാം കാലത്തിൻ മാറിയ കളികളിൽ വിരഹിയായി മാറുന്നു രാമചന്ദ്രൻ. പതിതനാം രാവണൻ അപഹരിച്ചെങ്കിലും പതിവ്രതയായി ഉറച്ചു സീത. പഥമറിയാതെ ദശരഥപുത്രന്മാർ പഥികനായി ദേശങ്ങൾ താണ്ടും നേരം വിധിയുടെ കൈകളിൽ ചരടുമുറുകുമ്പോൾ വിധുരതയേറുന്നു നാളുകളിൽ. വിധിയുടെ കൈകളിൽ ചരടുമുറുകുമ്പോൾ വിധുരതയേറുന്നു നാളുകളിൽ. വിധുരതയേറുന്നു നാളുകളിൽ. പഥസഞ്ചലനം തുടരുന്ന വേളയിൽ സുഗ്രീവരാജൻ അരികിലെത്തി. മാരുതി പുത്രനും സുഗ്രീവരാജനും ശ്രീരാമദേവനു സഖരാകുന്നു. അധമനാം ബാലിയെ കൊന്നു കിഷ്കിന്ധതൻ അധിപനായി സുഗ്രീവനായിടുന്നു. തേക്കുദേശം ചെന്നു കടലിന്റെ തെറ്റത്ത് സീതാന്വേഷകരെത്തി നിന്നു. യോജന 100 കടന്നു ഹനുമാനും ലങ്കയിലേറി കടൽ കടന്ന്. ശിംശപവൃക്ഷത്തണലിലിരി
കരഞ്ഞിതു ശ്രീ ഹനുമാൻ. ലങ്കാദഹനം നടത്തിക്കഴിഞ്ഞിട്ട് ലങ്കാപുരി വിട്ടു വായുപുത്രൻ. സീതയെ കണ്ടു വണങ്ങി ഹനുമാനും സീതാപതിയുടെ അരികിലെത്തി. സുഗ്രീവരാജന്റെ ആജ്ഞ വഹിക്കുവാൻ സുഗ്രീവ സൈന്യം നിറഞ്ഞു നിന്നു. സുഗ്രീവരാജന്റെ ആജ്ഞ വഹിക്കുവാൻ സുഗ്രീവ സൈന്യം